ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. ജസ്റ്റ് അവിടെയും ഇവിടെ ചെറിയ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ യാത്ര ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെ ആവുന്നൊരു ഐഡിയ ഇല്ല. ബട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ലക്ഷദ്വീപിൽ പോകാൻ. കുറച്ച് കാലമായി എൻ്റെ മനസ്സിലിങ്ങനെ കൊണ്ടെടുക്കുന്ന ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ള. പക്ഷേ അതിലുള്ള പ്രൊസീജിയറോ ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ പോകും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രൊസീജിയർ കേൾക്കുമ്പം അതിന് ആളുകളുണ്ടോ എന്നിങ്ങനെ ആലോചിക്കും. ഇപ്പോൾ ഫാമിലിയിൽ അവിടെ പോയവരുണ്ട്, അവിടെ നിന്ന് നമുക്ക് കണക്ഷൻ വേണമെന്നൊക്കെ കേട്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എന്തായാലും ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇതേപോലെ എൻ്റെ ആഗ്രഹം പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ ഞാനത് ഓർത്തേ ഇല്ല. ഇതേപോലെ പ്രൊസീജിയറും കാര്യങ്ങളോ ആക്ഷൻസോ ഒന്നും എടുത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രിപ്പ് പോകാൻ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായ ലക്ഷദ്വീപിലേക്ക് നമ്മൾ ടിക്കറ്റ് ഫിക്സ് ചെയ്തു. എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് ഏജൻസി ചെയ്തു തന്നു. ഒക്കെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ് ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് പോയത്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോയി. കുറച്ച് ടൈം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ഫ്ലൈറ്റായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ അതിനോട് അടുത്തടുത്ത് വരുമ്പോൾ കണ്ടില്ല, ആ ദൂരത്ത് ഒരു ലൈറ്റ് കളർ വാട്ടർ, അതൊക്കെ നമുക്ക് ഡ്രീമായിരുന്നു. ലൈക്ക് മാൾഡീവ്സിലൊക്കെ കാണുമ്പോൾ. പിന്നെ എക്സ്പെൻസീവ് അല്ല, മാൾഡീവ്സിൻ്റെ അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല. ലക്ഷദ്വീപ് നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റ് ആയിട്ട് നമുക്ക് ആർക്കും ഒരു പോകാൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഇതിങ്ങനെ നമുക്ക് ഈ ദൂരത്ത് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ അൽഹംദുലില്ലാ എന്ത് റാഹത്തായിട്ടാണ് കിട്ടുന്നത്. അത് ആ സുഖം അല്ലെങ്കിൽ ആ ഫീൽ നമുക്ക് എത്ര പറഞ്ഞാലും എത്ര നമ്മളെ വാക്കുകൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ കഴിയുമെന്നറിയില്ല. ലൈക്ക് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയിരുന്നു ഈ വെള്ളവും ആ വെള്ളവും. പിന്നെ അതിനടുത്തടുത്തേക്ക് പോകുമ്പം ലൈക്ക് നമ്മളെത്തി, നമുക്ക് കിട്ടി. അത് നമ്മൾ ലൈക്ക് എങ്ങനെയാണ് പറയാമെന്നറിയില്ല. അത്ര സന്തോഷമായിരുന്നു. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ ഇവിടുന്ന് അവിടെ എത്തിയോ, ഒരു ഡ്രീം കം ട്രൂ, ലൈക്ക് യാഥാർത്ഥ്യമായോ എന്നൊക്കെ ഒരു സംശയത്തിലായിരുന്നു എത്തിയിരുന്നത്. അൽഹംദുലില്ലാ. നമ്മൾ സാധാരണ നമ്മൾ എയർപോർട്ടിലൊക്കെ ഇതാവുമ്പോൾ നമ്മൾ കടൽ കാണില്ല. ബട്ട് ഇവിടെ ലക്ഷദ്വീപിൽ കുറച്ച് സ്പേസ് ആയതുകൊണ്ട് നമ്മൾ കടലും ഇതൊക്കെ കണ്ട് നേച്ചർ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അത്ര വലിയ എയർപോർട്ടൊന്നുമില്ല, ഒരു കുഞ്ഞ് എയർപോർട്ടാണുള്ളത്. നമുക്ക് ഒരു ഒരു കുഞ്ഞു റൂം, 2 റൂമുകൾ ജസ്റ്റ് നമ്മളെത്തി നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ളൊരു സ്ഥലവും. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ പെട്ടിയൊന്നും വരുന്ന ട്രാക്കൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെട്ടി ഇവിടുന്ന് അവർ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് എടുത്തിട്ട് ഫ്ലൈറ്റിൽ നിന്ന് പെട്ടി എടുത്തിട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് അവർ ഉന്തി കൊണ്ടുവന്ന് വരും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇത്രയും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉള്ളിലുള്ള സന്തോഷം എത്രത്തോളം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല. അങ്ങനെ അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ ഈ ലക്ഷദ്വീപിൽ ആകെ ഒരു ദ്വീപിൽ മാത്രമാണ് നമുക്ക് എയർപോർട്ടുള്ളത്. അതാണ് അഗത്തി എയർപോർട്ട്. ഇവിടുന്ന് ആ കടലിലേക്കുള്ള വ്യൂ ലൈക്ക് നാച്ചുറലായിട്ട് ലൈക്കാണ് വാട്ടർ. നമ്മൾ ഫസ്റ്റ് കൂളിംഗ് എഫക്റ്റ് ഫോർ ഐസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ എയർപ്ലെയിൻ. അങ്ങനെ പിന്നെ നമ്മൾ ചെന്ന പാടെ തന്നെ നമ്മൾ പാക്കേജിൽ നമുക്കുണ്ടായിരുന്നത് ഫസ്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിരുന്നു. അങ്ങനെ ഒന്ന് ഫ്രഷായി, മൊത്തത്തിലൊന്ന് ഫ്രഷായി ജസ്റ്റ് നമ്മൾ ടൈം എടുത്ത് നമ്മളോട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ദാറ്റ് വാസ് എ പ്രഷ്യസ് മൊമെൻറ്റ്. നമ്മളിങ്ങനെ ക്ലിയർ വാട്ടർ, ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. പിന്നെ നമ്മൾ റിസോർട്ടിൻ്റെ സൈഡാണ്. ഇതായിരുന്നു റിസോർട്ട്. ഒരു കുഞ്ഞ് ഹട്ട് പോലെ 6 റൂംസ് വരുന്നതായിരുന്നു. നമുക്കൊരു റൂം നമ്മൾ ബുക്ക് ചെയ്തു.
ഇവിടുന്ന് നേരെ കടലിലേക്ക്. ആ ഡോറ് കണ്ട് തുറന്നാൽ നമുക്ക് നാച്ചുറൽ വ്യൂ. പിന്നെ ഇവിടെ ആയിരുന്നു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നത്. നമ്മൾ എത്തി ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതായിരുന്നു. നല്ല ഒരു പ്രൈവസി ഉള്ള ഒരു കാം ആൻഡ് ക്വയറ്റ്. നമ്മൾ ഫുഡിൽ നിന്നൊക്കെ നല്ല സീനറി, മാഷാഅല്ലാ അടിപൊളി. നമുക്ക് ലൈക്ക് ദ്വീപിൽ നിന്ന് വരുവോളം ഉണ്ടായിരുന്ന വ്യൂ ആയിരുന്നു ഇത് ലോങ് ലാസ്റ്റിങ് അല്ലെങ്കിൽ എവർഗ്രീൻ വ്യൂ. നമുക്ക് മനസ്സിലിപ്പോൾ ലക്ഷദ്വീപ് ഓർക്കുമ്പോൾ വരുന്ന ഒരു വ്യൂ അതാണ്. പിന്നെ അൽഹംദുലില്ലാ നല്ല ഫുഡ് കാര്യങ്ങളായിരുന്നു. നല്ല വെറുംചോറും. നമ്മൾ 3 days 4 nights ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ബെസ്റ്റ് ട്രിപ്പ് എവറെന്ന് പറയാം. അങ്ങനെ പിന്നെ അവിടെ അടുത്തൊരു സ്വിമ്മിങ് ഉണ്ടായിരുന്നു. നമ്മളൊരു നാടൻ വൈബ് പോലെ. അവിടുത്തെ തെങ്ങൊക്കെ നമ്മളെ സൈസ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് തൊട്ട് മേലെ. തേങ്ങൊന്നും ഇടാൻ ആരും കയറേണ്ടി വരുന്നില്ല എന്നുള്ള. നാട്ടിൽ അത്ര ഹൈറ്റൊന്നുമില്ല. അവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത് തേങ്ങയാണ്. വൺ ഓഫ് ദ കോമൺ തിങ്. പിന്നെ അങ്ങോട്ടൊക്കെ നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് പ്രൈവസി ഈസ് ദ മെയിൻ. അവിടെ അങ്ങനെ നമുക്ക് മറ്റ് റിസോർട്ടിൽ നിന്നുള്ള ശല്യമോ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിസോർട്ടിനായിരുന്നു. പിന്നെ അവിടെയൊക്കെ കുറേ പാർക്സും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റായ സ്ഥലമാണ്, മെയിൻറ്റെയിൻഡ് സ്ഥലമാണ്. ഇതാണ് ലക്ഷദ്വീപിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി ഒപ്പെടുത്ത 2 ഫോട്ടോസാണ് കണ്ടത്. ഒരു ഡേ ലൈറ്റ് വ്യൂയും ഒരു സൺസെറ്റ് വ്യൂയും. നല്ല അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ലക്ഷദ്വീപ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ജെട്ടിയിലേക്ക് വന്ന് ജങ്കാർ അവിടെ ബൈക്കൊക്കെ ഇറക്കുന്ന അതാണ്. അവിടെ ബൈക്കൊന്നൊക്കെ കണ്ട് ഈ ദ്വീപിൽ നിന്ന് ആ ദ്വീപിലേക്കൊക്കെ ബൈക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയറി നമ്മൾ വേറെ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാരം അതേപോലെ പിന്നെ തിന്നക്കര ദ്വീപിലേക്കുമായിരുന്നു. അതിൽ ഫസ്റ്റ് നമ്മൾ പോയത് ബംഗാരം ദ്വീപിലേക്കാണ്. അവിടെ നല്ല വ്യൂ ഉള്ള അതിനടുത്താണ് നമ്മളെ സാൻഡ് ബാഗ് എന്ന ദൂരത്തിൽ കാണുന്ന കുറച്ച് മണൽ, നല്ല വൈറ്റ് ക്ലിയർ മണൽ. ഇവിടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കടലിലൊക്കെ ഒരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡല്ലേ മണൽ വരുന്നത്. ഇവിടുത്തെ മണൽ നല്ല വൈറ്റ് കളർ മണലാണ് വരുന്നത്. എത്രത്തോളം ഇതിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ സാൻഡ് ബാങ്കിൽ കുറച്ചും കൂടെ കംപ്ലീറ്റ് വൈറ്റ്. അവിടെ ഇതുവരെ കവർ ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. സോ അവർ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്കൊരു ടൂറിസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് കാത്തു സൂക്ഷിക്കുകയാണെന്നാണ് പറഞ്ഞത്. അവിടെ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹിന്ദി സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ നല്ല പച്ചപ്പും നല്ല ക്ലിയർ സ്കൈയും നല്ല ബ്ലൂ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാത്ര തിരിച്ച് നാട്ടിലെ ദ്വീപുകളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ പരിപാടിയൊക്കെ അനുബന്ധിച്ച് നല്ല ആഘോഷമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നമ്മൾ പോന്നിരുന്നത്. ലൈറ്റൊക്കെ വെച്ചിട്ടും അത് നല്ല ഡെക്കറേഷനായിരുന്നു. തലേന്ന് രാത്രി നല്ല ക്ലിയർ. നമ്മൾ വന്നപ്പോൾ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നല്ല മഴയും പെയ്തിരുന്നു. അപ്പോൾ നമുക്കത് ക്ലിയർ ഒന്നും ആയിരുന്നില്ല റൂട്ട്. ബട്ട് നമ്മൾ എത്തിക്കിട്ടി. അങ്ങനെ കാറിൽ നമ്മൾ ലൈറ്റൊക്കെ ഉള്ളിടത്തൊക്കെ നടന്ന് അങ്ങനെ തിരിച്ച് വന്നു.
പിറ്റേന്ന് ദ്വീപ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നിബിധന പരിപാടി ആയതുകൊണ്ട് നമുക്ക് കാണണമെങ്കിൽ കാണിക്കാം എന്നുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉള്ളത് പോലത്തെ രീതിയാണ് അവിടെ. ഫുൾ നടന്നിട്ട് മൊത്തം ദ്വീപിലുള്ള എല്ലാ ആളുകളും ഇതിലേക്ക് പങ്കെടുക്കുന്ന രീതിയിലാണുള്ളത്. ഒറ്റൊരു ജാതിയായിരിക്കും, വലിയൊരു ജാതിയായിരിക്കും. അതിനവർ കുറേ നാളത്തെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ ജീപ്പും അതേപോലെ സ്പീക്കർ വലിയ വലിയ സ്പീക്കറൊക്കെ വെച്ചിട്ടാണല്ലോ പോകുന്നത്. പക്ഷേ അവിടെ ആ നാടൻ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് സ്പീക്കർ മുന്നിലെയും ബാക്കിലെയും രണ്ടാളുകൾ പിടിച്ചിട്ട് നടുവിൽ സ്പീക്കറിൻ്റെ പെട്ടിയൊക്കെ കൊണ്ടുവരുന്ന മൈക്ക് കയ്യിൽ പിടിച്ച് നടന്നിട്ടൊക്കെ വിളിച്ച് പറയുന്നത്. അങ്ങനെ നല്ല ആഘോഷമായിരുന്നു, നല്ല തിരക്കായിരുന്നു. നമ്മൾ റോഡിലൊന്നും നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിയുന്നില്ല. പിന്നെ അതേപോലെ കാറുകൾ അങ്ങനെയൊന്നും അധികം ഇവിടെ കാണാൻ പറ്റില്ല. സ്കൂട്ടർ, ബൈക്ക്, സൈക്കിള്, അതേപോലെ ഓട്ടോറിക്ഷ, ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. പിന്നെ ഒത്തിരി ഒന്നും നടക്കാനില്ല. ഓൾമോസ്റ്റ് നമുക്ക് നടന്ന് തീരാൻ മാത്രമുള്ള സ്ഥലം തന്നെയുള്ളൂ ദ്വീപിൽ. പിന്നെ അധികവും കുടുംബക്കാർ തന്നെയാണ്. പിന്നെ ഒക്കെ അടുത്തടുത്ത് വീടുകളാണ്. പിന്നെ കുടിൽ വീടുകളാണ്. ഇപ്പൊക്കെ കുറേ ഡെവലപ്പായി വന്നിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഓൾമോസ്റ്റ് നമ്മളെ വീട്ടിൽ നാട്ടിലൊക്കെ നോർമൽ വീടുള്ളത് പോലത്തെ വീടൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ അതേപോലെ ഡോക്ടേഴ്സിൻ്റെ ഒരു വീടുണ്ടായിരുന്നു, നല്ല ഹൈ ഫെസിലിറ്റേറ്റഡ് വീട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ഹാപ്പി.